50 വർഷം മുമ്പ് ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിപ്പും നിർത്തി, ട്രെയിനും കയറി മദ്രാസിൽ പോയി സ്വാമീസ് ലോഡ്ജിൽ കിടന്ന് കുറേ കഷ്ടപ്പെട്ട് ഉള്ള സ്റ്റുഡിയോസ് എല്ലാം കയറി ഇറങ്ങി. ആ കാലഘട്ടത്തിലുള്ള അരുണാചലം സ്റ്റുഡിയോവും AVM സ്റ്റുഡിയോവും അവിടെ എല്ലാം കയറി ഇറങ്ങി. 1-2 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ആ കാലത്ത് അഭിനയിച്ചു. കഥ പറഞ്ഞത് പ്രൊഡ്യൂസറാണ്, ഡയറക്ടർ വഴിപോക്കനാണ്. അപ്പം ആ വഴിപോക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് വഴിപോക്കനെ പറ്റി കണ്ടിട്ടുണ്ടെങ്കിലും അത് വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് ആ ഡയറക്ടറുടെ നിർദ്ദേശം പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ് കമൻസ് പറയാൻ ആർക്ക് എന്താണ്, അമ്മയെ തല്ലിയാലും 2 വർഷം പറയുന്നവരുണ്ട്, കൊള്ളാമെന്നും പറയും മോശമാണെന്നും പറയും. ഈ കമൻസ് ഒന്നും നമുക്കൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയല്ല. അതിങ്ങനെ വരും, നല്ലതും ചീത്തതും. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്, അത്രയേ ഉള്ളൂ. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അതാണ് അതിൻ്റെ കറക്റ്റായുള്ള പദം. അതേ ഇതിനകത്ത് പറയാനുള്ളൂ. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുക, ഇങ്ങോട്ട് ബഹുമാനം കിട്ടണമെങ്കിൽ. അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി വലിയ ജാട കളിച്ചിട്ട് അവൻ നമ്മളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പിൽ അങ്ങനെ അഭിനയിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവനോട് പോയി പണിയോക്കാൻ പറ, ചവർന്ന് പറയും. അത്രയേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. നമുക്ക് നമ്മുടെ അനുജനാണല്ലോ ആസിഫ് അലി. നമ്മുടെ അമ്മയിലെ ഞാനൊരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണ്. ആസിഫ് എൻ്റെ ഒരു അനുജനാണ്. ആസിഫിനെ ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിന് ഫീൽ ചെയ്യും, മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ലാലിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഫീൽ ചെയ്യും. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ഈ കാതിൽ നിന്ന് കേട്ട് ആ കാതിൽ നിന്ന് വിടും, അല്ലെങ്കിൽ അത് ഇവിടുന്ന് കണ്ട് അവിടെ നിന്ന് വിടും. എന്ത് റെസ്പോണ്ട് ചെയ്യാനാണ് ഇതൊക്കെ? നമുക്ക് ബഹുമാനം തരേണ്ടവർ തരും, തരാത്തവർ തരില്ല. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പം കണ്ടവൻ അപ്പൻ. ഓഗസ്റ്റ് 9 റിലീസാവുന്ന ഓർമ്മചിത്രം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെ കൂടെ ഉള്ളത്. താങ്ക് യു. ആദ്യം തന്നെ ഗംഭീര കൺഗ്രാജുലേഷൻസ്. 50 വർഷമായി സിനിമയിൽ. 50 വർഷം ആവാൻ പോകുന്നു ഈ വരുന്ന 2025. ദൈവം അനുഗ്രഹിച്ച് ഡിസംബർ 4-നാണ് ഒരു 50 വർഷം തികയ്ക്കുന്നത്, കടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നു വീഴുന്നു. അതൊരു സന്തോഷം. ദൈവത്തിനോട് നന്ദി. ഈ ഒരു 50 വർഷത്തിൽ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? എല്ലാം നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ജീവിതത്തിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എവറിത്തിങ് എനിക്ക് 1-2 എടുത്ത് പറയാനില്ല. എല്ലാ അനുഭവങ്ങളും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായാണ്. എങ്കിൽ ഈ 50 വർഷം അല്ലെങ്കിൽ 49 വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് സിനിമയിലേക്ക് വരുന്ന ഒരു ചെറിയൊരു ഓർമ്മ എന്ന് പറയാമോ? 50 വർഷം മുമ്പ് ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിപ്പും നിർത്തി, ട്രെയിനും കയറി മദ്രാസിൽ പോയി സ്വാമീസ് ലോഡ്ജിൽ കിടന്ന് കുറേ കഷ്ടപ്പെട്ട് ഉള്ള സ്റ്റുഡിയോസ് എല്ലാം കയറി ഇറങ്ങി. ആ കാലഘട്ടത്തിലുള്ള അരുണാചലം സ്റ്റുഡിയോവും AVM സ്റ്റുഡിയോവും അവിടെ എല്ലാം കയറി ഇറങ്ങി. 1-2 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ആ കാലത്ത് അഭിനയിച്ചു. പക്ഷേ അന്നത്തെ ട്രെൻഡ് വേറെ ഒന്നായിരുന്നു. ഞാൻ വളരെ സ്ലിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കുറച്ച് തടിയും വയറൊക്കെ ഉള്ള ഒരു കാലഘട്ടം. എനിവേ, പിന്നെ ഞാൻ തിരിച്ചു വന്നു. കുറച്ച് ഫിലിം ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തു ചെറുതായിട്ട്. തുരാപരം എന്ന സിനിമ ഫസ്റ്റ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ പിന്നെ കുറച്ച് വേറെ ഡിഫറെൻറ്റ് ബിസിനസ്സുകളിലേക്ക് കടന്നു. അന്ന് കാലഘട്ടം എന്ന് പറയുമ്പം നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളില്ല സിനിമയിൽ നിന്നും. ഇന്നാണല്ലോ ആ വലിയ രീതിയിലായത്. അപ്പോൾ അന്നൊക്കെ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി വി ഹാവ് ടു വർക്ക് സംതിങ് എൽസ് ഓൾസോ മോർ ദാൻ മൂവീസ്. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയ നിലയിൽ എനിക്കിന്നും അറിയാം, ഞാൻ ഇന്നും അതിനു വേണ്ടിയുള്ള സന്ദർഭങ്ങൾ തേടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു നടനാണ്. ഇപ്പോൾ റിട്ടയർഡ് ലൈഫാണ്. കൂടുതൽ നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യണം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വരുന്നതും ഇങ്ങനെ ഒരു കഥാപാത്രം ഓഫർ ചെയ്യുന്നതും. നല്ലൊരു ക്യാരക്ടർ, ഒരു നമ്പൂതിരിയുടെ ക്യാരക്ടറാണ്. അതായത് ഇതിൻ്റെ ഹീറോയുടെ അച്ഛനായിട്ടുള്ള ക്യാരക്ടറാണ്. ഇയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പല സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്തൊരു പ്രാധാന്യ ഘടകമാണ്. എല്ലാം കൊണ്ടും. അപ്പോൾ ആരാണ് കഥ പറഞ്ഞത്? ഡയറക്ടറാണോ? കഥ പറഞ്ഞത് പ്രൊഡ്യൂസറാണ്. ഡയറക്ടർ വഴിപോക്കനാണ്. അപ്പം ആ വഴിപോക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് വഴിപോക്കനെ പറ്റി കണ്ടിട്ടുണ്ടെങ്കിലും അത് വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് ആ ഡയറക്ടറുടെ നിർദ്ദേശം പറഞ്ഞേക്കുന്നത്. അതെ അതെ അതെ. അത് അദ്ദേഹത്തിൻ്റെ മഹിമയാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം വെച്ചാൽ ഏതൊരാളും ഒരു സിനിമ ചെയ്യുമ്പോൾ അയാളുടെ പേര് കൊണ്ട് അയാൾക്ക് അറിയപ്പെടണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരാൾ ഒരു സിനിമ ചെയ്തിട്ട് അറിയപ്പെടണ്ട എന്ന് പറയുമ്പോഴോ അത് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എന്താ ചിന്തിക്കാനുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ മഹിമ എന്നേ പറയാൻ പറ്റുള്ളൂ.
പേര് പറയാൻ നെഗറ്റീവ് കമൻസ് പറയാൻ ആർക്ക് എന്താണ് അമ്മയെ തല്ലിയാലും 2 വർഷം പറയുന്നവരുണ്ട്, കൊള്ളാമെന്നും പറയും മോശമാണെന്നും പറയും. ഈ കമൻസ് ഒന്നും നമുക്കൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയല്ല. അതിങ്ങനെ വരും, നല്ലതും ചീത്തതും. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ വഴിപോക്കൻ എന്തെങ്കിലും അയാളുടെ പേര് വെളിപ്പെടുത്തും. അത് ഡെഫിനറ്റ്ലി സിനിമ നന്നായിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്രേക്ഷകരത് 2 കൈയും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വഴിപോക്കൻ വെളിപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് സിനിമകളിൽ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമ ഏതാണ്? അത് ഞാൻ തന്നെ നിർമ്മിച്ച ഒരു സിനിമയുണ്ട്, ഞാനും പ്രിയാമണി അഭിനയിച്ച ആഷിക്ക് വന്ന ദിവസം എന്ന് പറഞ്ഞ പടം. അതുള്ളത് എനിക്ക് 4 ഇൻ്റർനാഷണൽ അവാർഡ് പ്ലസ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, സ്റ്റേറ്റ് നോമിനേഷൻ എല്ലാം കിട്ടിയ ഒരു പടമാണ്. ഇനി ത്രൂ ഔട്ടുള്ള നല്ലൊരു കഥാപാത്രം, ഒരു ഒറ്റമുണ്ടും കെട്ടി ഒരു സൈക്കിളും ചവിട്ടി നടക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മാഷിൻ്റെ കഥാപാത്രം. അതെനിക്ക് കുറേ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ തന്നു. പിന്നെ ചെയ്ത പടങ്ങളെല്ലാം ചെറുതോ വലുതോ എന്നല്ല, ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് എടുത്ത് പറയാമെങ്കിൽ ഈ ഒരു പടം അതിനു മുമ്പ് ജസ്റ്റ് ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പടമാണ് നമ്മുടെ ജോസ് തോമസിൻ്റെ പടം സൂചന. അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ ചെയ്യേണ്ടിരുന്ന, അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം, അതുപോലത്തെ ഒരു മഹാനടൻ ചെയ്യേണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു 75 വയസ്സായ ഒരു റിട്ടയർഡ് ഒരു മനുഷ്യൻ, ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പടമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ, വളരെയധികം പ്രതീക്ഷകളുണ്ട്. അത് എന്തൊക്കെ അവാർഡിനൊക്കെ വിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിപ്പോൾ ഇനി വന്ന് എങ്ങനെയാണ് റിലീസെന്നൊന്നും എനിക്കറിയില്ല. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. അതിപ്പോൾ എല്ലാവരും അല്ലേ മോനെ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടല്ലോ. സ്വപ്നം കൊണ്ടല്ലേ നമ്മളൊക്കെ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും ഉള്ള പ്രതീക്ഷ. കിട്ടുമ്പോൾ കിട്ടട്ടെ, അത്രയല്ലേ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ എല്ലാം കൊണ്ടും സന്തുഷ്ടനാണ്. എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ജീവിതത്തിനോട് ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്, നന്ദിയുള്ളവനാണ്. അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല. പിന്നെ ത്രൂ ദ ജേർണി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ യാത്രയിലൂടെ കടന്നു പോകുന്ന ദുഃഖവും സന്തോഷങ്ങളും എല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങ് പോകാൻ മുന്നോട്ട്. അത് വലിയ രീതിയിൽ എടുത്താൽ നമുക്കൊന്നിനും പോകാൻ പറ്റില്ല. So it's a journey. हिंदी പറയും अकेला ही था जानबे मंजिल की तरफ लोग साथ आते गए और कारवां बनता गया. ഈ സിനിമയുടെ കഥ ഞാൻ കഥയിലുപരി എൻ്റെ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്തത്. കഥയും നല്ലൊരു കഥ തന്നെയാണ്, കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാനിങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് തേടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം നമ്മൾ ഉടനെ ഒരു ഹിന്ദി സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ കുറച്ചൊരു കൂട്ടായ്മയോടെ ഒരു ഹിന്ദി സിനിമ ചെയ്യുന്നു. അതിൻ്റെ പേര് കച്ച്വ എന്നാണ്. സെറീന വഹാബും ഗരിമ അഗർവാൾ അങ്ങനെയുള്ള കുറേ ഹിന്ദി ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മളെ ഉപ്ല കാസർഗോഡ് വെച്ചാണ് അതിൻ്റെ ഷൂട്ടിംഗ്. ഈ ഓഗസ്റ്റ് 30 തുടങ്ങിയാണ്. ഈ ടൈറ്റിൽ ക്യാരക്ടർ, അതായത് കച്ച്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേർട്ടിൽ, ആ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. ഇയാൾക്ക് ഒരു ഹഞ്ച് ബാക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഥാപാത്രമാണ്. അതുപോലെ അത്രയും കൂനില്ല, കുറച്ച് കൂന് കുറച്ചിട്ട്. എനിവേ, അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ദൈവം അനുഗ്രഹിച്ച് ഇത്തിരി താമസിച്ചെങ്കിലും വരുന്നുണ്ട്. ഇങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുന്നു. ഈ സിനിമയുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഹീറോയുടെ അച്ഛനാണ്. ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. അതായത് മറ്റ് കൂട്ടർക്ക് വേണ്ടി, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. പല ധരണയ്ക്കും പോയി ധരണയ്ക്കിരുന്ന് ഈ വലിയ വലിയ മുതലാളികളുടെ എഗെയിൻസ്റ്റ് സംസാരിച്ച് ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ആക്ച്വലി പറഞ്ഞ പടത്തിൻ്റെ ഏകദേശം ഒരു ടൈം ആകുമ്പോൾ അയാൾ കൊല്ലപ്പെടുന്നു. അയാളൊരു നമ്പൂതിരിയാണ്, ബ്രാഹ്മണനാണ്, അമ്പലത്തിലെ ഒരു പൂജാരിയാണ്. അങ്ങനെ ഉള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റിവിറ്റി ഇല്ല, ടോട്ടൽ പോസിറ്റീവ് ക്യാരക്ടറാണ്. പൊളിറ്റിക്കൽ സെറ്റയർ ആണ്. അതിൻ്റെ കൂടെ ഒരു ലവ് ട്രയാങ്കിളും വരുന്നുണ്ട്, ഒരു ഫാമിലി ഡ്രാമയുണ്ട്, ഒരു ചേരുവ, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല ഒരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് എന്തെന്നുള്ള. സിനിമ ഈസ് എ ഗാമ്പിൾ. നമുക്ക് ഒരു സിനിമയും ഇത് വിജയിക്കും, ഇത് ഫെയിലിയർ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഡിയൻസ്. ഇതിപ്പോൾ സിനിമ റിലീസ് ആയി കഴിയുമ്പോൾ ഒരു ചർച്ച വിഷയമാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് പറയാൻ ആളല്ല. ആകട്ടെ. കഥ കേട്ടപ്പോൾ ഇപ്പം നമ്മൾ ഏതൊരു നല്ല കഥ കേട്ടാലും നമുക്കത് നന്നായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹങ്ങളും നമുക്കുണ്ട് അതിലൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഡിയൻസ്. അവരാണ് ദേ ആർ ദ കിങ്. അവരാണ് തീരുമാനിക്കുന്നത് എന്ത് വിജയിക്കണം എന്ത് വിജയിക്കേണ്ട എന്നുള്ളത്. ഇപ്പോഴത്തെ മലയാള സിനിമ ട്രെൻഡുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴും നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗോൾഡൻ എറ എന്ന് പറയുന്നത്. ഇപ്പം മലയാളം സിനിമയിൽ നല്ല നല്ല സബ്ജക്ട്സ് മാത്രമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതായത് കലാമൂല്യം കുറഞ്ഞ് കലാമൂല്യങ്ങളുള്ളത് എത്ര സിനിമകൾ ഇപ്പോൾ വന്നു. ബ്രഹ്മയുഗം, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, സൂപ്പർ ഹിറ്റ് മൂവീസ് അല്ലേ. അതൊക്കെ കലാമൂല്യം ഉള്ള നല്ല കഥകളുള്ള സബ്ജക്ട്സ് അല്ലേ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ചവറ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഹിന്ദിയും ആ സമയത്ത് തെലുങ്കും കന്നഡയും തമിഴും ഒക്കെ നോക്കുമ്പോൾ കോടികൾ മുടക്കി എടുക്കുന്നത് എന്താണ് എടുക്കുന്നത്. ഇപ്പോൾ കൽക്കി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ കോടികൾ മുടക്കുന്നതിലല്ല കാര്യമുള്ളത്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് കാശ് കൊണ്ട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് സന്ദർഭം കൊടുത്താൽ അവർ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരട്ടെ, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ 49 വർഷമായി സിനിമയിൽ. ഇപ്പോൾ 2 ദിവസമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ MT വാസുദേവൻ നായരുടെ പരിപാടിക്ക് നടന്ന ഒരു ആസിഫ് അലിയും തമ്മിലുള്ള പ്രശ്നം. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അതിനെക്കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? മലയാള സിനിമയിൽ ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണോ? അല്ല, ഇതിലെന്താണെന്ന് പറയുക, എല്ലാ കാര്യം ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്, അതാണ് അതിൻ്റെ കറക്റ്റായുള്ള പദം. അതേ ഇതിനകത്ത് പറയാനുള്ളൂ. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുക, ഇങ്ങോട്ട് ബഹുമാനം കിട്ടണമെങ്കിൽ. അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി വലിയ ജാട കളിച്ചിട്ട് അവൻ നമ്മളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പിൽ അങ്ങനെ അഭിനയിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവനോട് പോയി പണിയോക്കാൻ പറ, ചവറെന്ന് പറയും. അത്രയേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ആ ബുദ്ധിയില്ലാത്തവർ വല്ലതൊക്കെ കാണിച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൽ എന്ത് പ്രതികരിക്കാനാണ്? നമ്മുടെ എന്ത് അഭിപ്രായം പറയാനാണ് ഇതിൽ? നമുക്ക് നമ്മുടെ അനുജനാണല്ലോ ആസിഫ് അലി. നമ്മുടെ അമ്മയിലെ ഞാനൊരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണ്. ആസിഫ് എൻ്റെ ഒരു അനുജനാണ്. ആസിഫിനെ ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിന് ഫീൽ ചെയ്യും. മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. ലാലിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഫീൽ ചെയ്യും. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഹൈറാർക്കി കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? ആസിഫ് അലി ഒരു യങ് ആക്ടറാണ്. നമ്മുടെ ഡയറക്ടർ ആയിരുന്നെങ്കിലും ആസിഫ് അലിയുടെ ഇത് മേടിക്കാനാണ് പുള്ളിക്ക് മടി ഉണ്ടായിരുന്നത്. മ്യൂസിക് ഡയറക്ടർ നാരായണൻ. അതെന്തിനാണ്? ആസിഫ് അറിയപ്പെടുന്ന ഒരു നടനല്ലേ, അയാളുടെ കഴിവ് തെളിയിച്ച ഒരാളല്ലേ. അതുകൊണ്ട് എന്താ കുഴപ്പം? വർഷങ്ങളായ ഒന്നുമില്ലാത്തവരിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ല വന്ന ഉടനെ നല്ല രീതിയിൽ ഉയർന്നു വന്ന ഒരാളിൽ നിന്ന് മേടിക്കില്ലല്ലേ. അതൊക്കെ ബുദ്ധിമോശമല്ലേ ഈ പറയുന്നത്? അതിലൊന്നും കാര്യമില്ലല്ലോ. നമ്മൾ അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡിനാണ് അതിൻ്റെ വാല്യൂ, കൊടുക്കുന്ന ആൾക്കല്ല. അത് ചിന്തിക്കാനുള്ള സ്വയം ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഈ മെച്യൂരിറ്റിയിൽ ഒരു കാര്യമില്ല. നമ്മൾ വളർന്ന് കുറേ പ്രായമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലും ഇപ്പോഴും ആ കുട്ടിത്തം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ കാതിൽ നിന്ന് കേട്ട് ആ കാതിൽ നിന്ന് വിടും, അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് കണ്ട് അവിടെ നിന്ന് വിടും. എന്ത് റെസ്പോണ്ട് ചെയ്യാനാണ് ഇതൊക്കെ? നമുക്ക് ബഹുമാനം തരേണ്ടവർ തരും, തരാത്തവർ തരില്ല. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പ കണ്ടവൻ അപ്പൻ. നല്ല 2 സിനിമ വന്ന് സക്സസ് ആയിക്കോട്ടെ, എല്ലാവരും പുറകെ ഉണ്ടാവും. അതാണ് സിനിമ. സിനിമയുടെ സ്വഭാവം തന്നെ അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നാസർക്ക ഒരു 2 സിനിമ വന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നാസർക്ക എന്ന് പറഞ്ഞ് പറയാൻ നടക്കും. ഇല്ലേ, ഒരാൾ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രായവും പക്വതയും ഇത്ര കാലത്തെ എക്സ്പീരിയൻസും എല്ലാം വെച്ച് സ്റ്റിൽ ബഹുമാനം തരുന്ന കുറേയധികം ആൾക്കാർ ഇൻഡസ്ട്രിയിലുണ്ട്. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇനി തന്നില്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ രമേശ് നായരുടെ സ്ഥാനത്ത് താങ്കളായിരുന്നെങ്കിൽ എങ്ങനെയാണ് അത് നേരിട്ടേ? അത് ആ സമയത്ത് ഉണ്ടാവുന്ന വികാരങ്ങളല്ലേ അനിയ. അതിപ്പോൾ നമ്മളെങ്ങനെ പറയൂ? അത് ആ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് വികാരങ്ങൾ ഉണ്ടാവുന്ന എന്താണ്? ആ നിമിത്തത്തിലാണ്, ആ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ നമുക്ക് ചിന്തിച്ചെടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ അപ്പോഴായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നോ? അത് പറഞ്ഞാൽ വെറുതെ ബോറാ, അത് ശരിയുമല്ല. അത് ആ സമയത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ നമ്മൾ വളരെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി പോവാം. ഇപ്പം മമ്മൂക്കയുടെ പല സ്വഭാവങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും വർഷത്തെ ബന്ധങ്ങൾ വെച്ചിട്ട് അദ്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി അത് മൈൻഡ് ചെയ്യില്ല. ഈ നോട്ട് മൈൻഡ്, ആ പോട്ടെ,
അത് അങ്ങനെ വിട്ടിട്ട് പോകും. പിന്നെ ചെയ്ത ആൾക്ക് ചിലപ്പോൾ അത് വിഷമം തോന്നും, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് എന്നാണ് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്ന്. തെറ്റ് ചെയ്തിട്ട് പിന്നീട് സോറി പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും, സോറി അല്ലാണ്ട്. മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത ഏത് മനുഷ്യനാണ് ലോകത്തുള്ള, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. തെറ്റ് സംഭവിച്ചു പോയി, പിന്നെ അതിന് എന്താ ഒരു പരിഹാരം? സോറി, പറ്റിപ്പോയി, ക്ഷമിക്കുക. അത് ക്ഷമിച്ച് കൊടുക്കണമെന്നുള്ളതാണ് ഈ മറ്റേ ഓപ്പോസിറ്റ് ആളുടെ വില. കാരണം നമ്മൾ ദൈവം തമ്പുരാനെ, ദൈവമേ എന്നോട് പൊറുക്കണേ, എനിക്ക് ക്ഷമിച്ച് തരണേ, അദ്ദേഹം അത് ക്ഷമിച്ച് തരണമെങ്കിൽ എനിക്ക് നിങ്ങൾ ക്ഷമിച്ച് തരാനുള്ളൊരു മനസ്സുണ്ടാവണം. എന്നാലേ നമുക്ക് അദ്ദേഹത്തിനോട് അത് ചോദിക്കാനും ആ ക്ഷമ കിട്ടാനും അർഹതയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങാണ്. എന്താണ് അവസാനം നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? പ്രിയപ്പെട്ട ഓഡിയൻസിനോട് അഭ്യർത്ഥിക്കാനുള്ള, ഇതുപോലെ നല്ല ചെറിയ ചെറിയ സിനിമകൾ പോയി കാണുക, അത് സ്വീകരിക്കുക, അത് വിജയമാക്കി മാറ്റുക. എന്നാലേ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരുള്ളൂ, നല്ല നല്ല സബ്ജക്ട്സ് വരുള്ളൂ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രേക്ഷകരോടെല്ലാം വിനയമായിട്ട് കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഇതൊരു വൻ വിജയമാക്കി മാറ്റണം. താങ്ക് യു. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറെ ഒന്ന് കാണാം. ഡയറക്ടർ വരുമല്ലോ. ഡയറക്ടർ ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ഭയം കൊണ്ടായിരിക്കാം മാറി നിൽക്കുന്നത്. ഡയറക്ടർ വരും. ഭയപ്പെടാനുള്ള ഒരു സബ്ജക്റ്റ് ആണോ? അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സിനിമ ചിലപ്പം അതിനകത്ത് ചില കോൺട്രവേഴ്സീസ് ഉണ്ടാവാം, എന്താണെന്നറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനെ അറിയുള്ളൂ, എനിക്കറിയില്ല. ഓരോരോ ആൾക്കാർ അവരോട് ഡിസിഷൻസ് എടുക്കുകയല്ലേ. അപ്പം അത് അദ്ദേഹം തീരുമാനിക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ താങ്കൾ പറഞ്ഞൊരു ഗംഭീര വിജയമാവട്ടെ. ഇനി 50ാമത്തെ വർഷമാണ് വരാൻ പോകുന്നത്. ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. എല്ലാവരും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.